നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിക്വിഡ് മിക്സിങ്ങിനെ കുറിച്ചായിരുന്നു. ലിക്വിഡ് മിക്സിങ്ങിനകത്ത് വരുന്ന ഡിഫറെന്റ് മെക്കാനിസംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡ് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന മിക്സിംഗ് അപ്പാരറ്റസിനെ കുറിച്ചും അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് മിക്സിംഗ് ഡിവൈസസിനെ കുറിച്ചുമാണ്. ലിക്വിഡ് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന മിക്സിംഗ് അപ്പാരറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മിക്സിംഗ് അപ്പാരറ്റസിനകത്ത് ഒരു കണ്ടെയ്നറും മിക്സിംഗ് ഡിവൈസുമാണുള്ളത്. ഇതാണ് നമ്മുടെ മിക്സിംഗ് കണ്ടെയ്നർ അല്ലെങ്കിൽ മിക്സിംഗ് വെസൽ എന്ന് പറയുന്നത്. ഈ മിക്സിംഗ് വെസലിനകത്ത് ഒരു മിക്സിംഗ് ഡിവൈസ് ഉണ്ട്. ഇതാണ് മിക്സിംഗ് ഡിവൈസ്. മിക്സിംഗ് ഡിവൈസസിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് ഇംപെല്ലർ. ഓക്കെ, മിക്സിംഗ് ഡിവൈസസ് ആർ ടെക്നിക്കലി കോൾഡ് ആസ് ഇംപെല്ലർ. ആൻഡ് ഈ ഇംപെല്ലർ ഒരു ഷാഫ്റ്റില് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഷാഫ്റ്റ് കാണാം. ഒരു ഷാഫ്റ്റിലാണ് ഇംപെല്ലർ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഷാഫ്റ്റ് ഒരു മോട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇംപെല്ലറും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിക്വിഡ് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന മിക്സിംഗ് അപ്പാരറ്റസ് ആണ് ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്സിംഗ് അപ്പാരറ്റസിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിനകത്താണ് ഇംപെല്ലർ അല്ലെങ്കിൽ മിക്സിംഗ് ഡിവൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ മിക്സിംഗ് ഡിവൈസ് ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റ് മോട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സാധാരണ രീതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ആണ് മിക്സിങ്ങിനായി പ്രിഫർ ചെയ്യുന്നത്. അത് കണ്ടെയ്നറിന്റെ ടോപ്പ് ഓപ്പൺ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. മിക്സിംഗ് ടാങ്കിന്റെ ഡയമീറ്ററും മിക്സിംഗ് ചെയ്യാനായി എടുക്കുന്ന ലിക്വിഡിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കണം. ഇതാണ് മിക്സിംഗ് ടാങ്കിന്റെ ഡയമീറ്റർ. ടാങ്കിന്റെ ഡയമീറ്ററും അതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാനായി എടുക്കുന്ന ലിക്വിഡ്, കണ്ടെയ്നറിനകത്ത് മിക്സ് ചെയ്യാനായി എടുക്കുന്ന ലിക്വിഡിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കണം. പൊതുവെ റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ടാങ്ക്സ് ആണ് മിക്സിങ്ങിനായി പ്രിഫർ ചെയ്യാറ്. ഇനി അതല്ല, റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ടാങ്ക്സ് അല്ല, ഷാർപ്പ് എഡ്ജസും കോർണേഴ്സ് ഒക്കെ ഉള്ള ടാങ്ക് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഫ്ലൂയിഡ് ഈ ഷാർപ്പ് കോർണേഴ്സ് വഴിയൊക്കെ പെനിട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ടാങ്ക്സ് മിക്സിങ്ങിനായി പ്രിഫർ ചെയ്യുന്നത്. മിക്സിംഗ് അപ്പാരറ്റസിനകത്ത് ഹീറ്റിംഗ് കോയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂളിംഗ് ജാക്കറ്റ്സ് കാണാം. നമ്മുടെ വെസലിന് ചുറ്റും ഒരു കൂളിംഗ് ജാക്കറ്റ് ഉണ്ട്. അതുപോലെ കണ്ടെയ്നറിനകത്ത് ബാഫിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാഫിൾസ് എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാമ്പിളിനകത്ത് അഗ്രിഗേറ്റ്സോ ലംസോ എന്തെങ്കിലും ഫോം ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നതിനായിട്ടും സെഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്ന പർപ്പസിനായിട്ടും ഒക്കെയാണ് ബാഫിൾസ് കണ്ടെയ്നറിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മിക്സിംഗ് അപ്പാരറ്റസിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. അതിനകത്തൊരു വെസൽ ഉണ്ട്, ഒരു കണ്ടെയ്നർ, വെസൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്, മിക്സിംഗ് ഡിവൈസ് ഉണ്ട്. മിക്സിംഗ് ഡിവൈസിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് ഇംപെല്ലർ. ഈ ഇംപെല്ലർ ഒരു ഷാഫ്റ്റുമായി, ഒരു സെൻട്രൽ ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഷാഫ്റ്റ് ആകട്ടെ മോട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. വെസലിന് ഒരു ജാക്കറ്റ് ഉണ്ട്. കൂളിംഗ് ജാക്കറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെസലിനകത്ത് ബാഫിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനായി ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായുള്ള ഫീഡ് ഇൻലെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ലിക്വിഡ് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന മിക്സിംഗ് അപ്പാരറ്റസിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഇനി ബാഫിൾസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ ആ ഫിഗറിൽ ബാഫിൾസ് കണ്ടു. ഇവിടെ മിക്സിംഗ് ടാങ്കിനകത്ത് അതിന്റെ ഇന്റേണൽ സർഫസിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന മെറ്റൽ സ്ട്രിപ്സിനെയാണ് ബാഫിൾസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാഫിൾസ് യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാമ്പിൾസിനകത്ത് അഗ്രിഗേറ്റ്സോ ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വോർട്ടെക്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ബാഫിൾസ് അവോയ്ഡ് ചെയ്യുന്നു, ബാഫിൾസ് പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ടാങ്കിനകത്ത്
ടാങ്കിന്റെ ഇന്റേണൽ സർഫസിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുള്ള മെറ്റൽ സ്ട്രിപ്സിനെയാണ് ബാഫിൾസ് എന്ന് പറയുന്നത്. ബാഫിൾസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സെഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. മിക്സ് ചെയ്യാൻ എടുക്കുന്ന ലിക്വിഡ്സിനകത്ത് ലംസോ അഗ്രിഗേറ്റ്സോ സോളിഡ്സ് എന്തെങ്കിലും അക്യുമുലേറ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാഫിൾസ് യൂസ് ചെയ്യുന്നത്. ബൾക്ക് ട്രാൻസ്പോർട്ട് മെക്കാനിസമായി വരുന്ന രീതിയിലുള്ള മിക്സിങ്ങിനൊക്കെ പൊതുവെ ബാഫിൾസ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു മിക്സിംഗ് ടാങ്കിനകത്ത് 4 ബാഫിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മിക്സിംഗ് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ടാങ്ക് ഡയമീറ്ററിന്റെ 1/10 to 1/80 ആണ് ബാഫിൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ടാങ്കിന്റെ ഡയമീറ്ററിന്റെ 1/10 അല്ലെങ്കിൽ 1/80 ആണ് ബാഫിൾസിന്റെ വിഡ്ത്ത് വരുന്നത്. ഇനിയിപ്പോ ഈ മിക്സിംഗ് സാമ്പിളിനകത്ത് സോളിഡ്സ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ സോളിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബാഫിൾസ് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം. അപ്പോ ബാഫിൾസും കണ്ടെയ്നറിന്റെ വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മില്ലിമീറ്റർ ആയിരിക്കണം. ബാഫിൾസിനും കണ്ടെയ്നറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മില്ലിമീറ്റർ ആയിരിക്കണം. അങ്ങനെ വേണം സോളിഡ്സ് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ബാഫിൾസ് അറേഞ്ച് ചെയ്യാനായിട്ട്. മിക്സിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മിക്സിംഗ് ഡിവൈസസിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് ഇംപെലേഴ്സ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ മിക്സിംഗ് ഡിവൈസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിവൈസസിന്റെ ഷേപ്പിനനുസരിച്ചും അതുപോലെ തന്നെ ഷാഫ്റ്റുമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ബ്ലേഡിന്റെ പിച്ചിനും അനുസരിച്ചാണ്. പ്രധാനമായും ഇംപെലേഴ്സ് 3ആയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: പ്രൊപ്പലേഴ്സ്, ടർബൈൻസ്, പാഡിൽസ്. പ്രൊപ്പലേഴ്സ്, ടർബൈൻസ്, പാഡിൽസ്. സോ അതിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് പ്രൊപ്പലേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇവിടെ 3 ബ്ലേഡഡ് പ്രൊപ്പലർ, 2 ബ്ലേഡഡ് പ്രൊപ്പലർ ആൻഡ് 5 ബ്ലേഡഡ് പ്രൊപ്പലർ നിങ്ങൾക്ക് കാണാം. സാധാരണയായി ഒരു പ്രൊപ്പലറിനകത്ത് 2ഓ അതിൽ കൂടുതലോ ബ്ലേഡ്സ് കാണപ്പെടാറുണ്ട്. 3 ബ്ലേഡഡ് പ്രൊപ്പലേഴ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. മറൈൻ പ്രൊപ്പലർ നമ്മുടെ ടേബിൾ ഫാനിനോട് അല്ലെങ്കിൽ സീലിംഗ് ഫാനിനോട് സിമിലർ ആയിരിക്കും അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ളതും ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ളതുമായ പ്രൊപ്പലേഴ്സ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ബ്ലേഡ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് അത് റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്ന് പറയുന്നത്. 4 ബ്ലേഡഡ് പ്രൊപ്പലേഴ്സ് ഒക്കെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. ഡീപ് ടാങ്കിലാണ് മിക്സിംഗ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊപ്പലർ ആണ് പുഷ് പുൾ പ്രൊപ്പലർ. പുഷ് പുൾ പ്രൊപ്പലർ എന്ന് പറയുമ്പോൾ സെയിം ഷാഫ്റ്റിൽ തന്നെ 2ഓ അതിൽ കൂടുതലോ പ്രൊപ്പലർ ബ്ലേഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ബ്ലേഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. സെയിം ഷാഫ്റ്റില് 2 പ്രൊപ്പലേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രൊപ്പലർ ബ്ലേഡ്സ് അറേഞ്ച് ചെയ്തിരിക്കും. ഈ പ്രൊപ്പലേഴ്സ് ഒക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സിംഗ് ടാങ്കിനകത്ത് ഹൈ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. മിക്സിംഗ് ടാങ്കിനകത്തുള്ള ലിക്വിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ആക്സിയൽ ഡയറക്ഷനിലായിരിക്കും. ആക്സിയൽ മൂവ്മെന്റ് ആയിരിക്കും ലിക്വിഡ് അണ്ടർഗോ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രോപ്പറായി പ്രൊപ്പലേഴ്സ് യൂസ് ചെയ്ത് മിക്സിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊപ്പലർ മിക്സറിന്റെ മെക്കാനിസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷിയറിംഗ് ഫോഴ്സ് വഴിയാണ് മിക്സിംഗ് നടക്കുന്നത്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രൊപ്പലർ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആണ് ലിക്വിഡ് മിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ പ്രൊപ്പലർ മിക്സറിന്റെ പ്രിൻസിപ്പിൾ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ മിക്സിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. കൺസ്ട്രക്ഷൻ പാർട്ടില് പ്രൊപ്പലർ മിക്സറിനകത്തൊരു കണ്ടെയ്നറും മിക്സിംഗ് ഡിവൈസും ആണുള്ളത്. നമ്മുടെ മിക്സിംഗ് ഡിവൈസിനെ പറയുന്ന പേരാണ് പ്രൊപ്പലർ. ഇവിടെ 3 ബ്ലേഡഡ് പ്രൊപ്പലർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ മിക്സിംഗ് ടാങ്കിനകത്ത് നിങ്ങൾക്ക് ബാഫിൾസ് കാണാം. ബാഫിൾസ് യൂസ് ചെയ്യുന്നത് സെഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. യൂഷ്വലി സ്മോൾ പ്രൊപ്പലേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രൊപ്പലേഴ്സിന്റെ സൈസ് നമുക്ക് ഏകദേശം 0.5 മീറ്റർ വരെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ടാങ്കിന് അനുസരിച്ചാണ് പ്രൊപ്പലർ സെലക്ട് ചെയ്യുന്നത്. മാക്സിമം പ്രൊപ്പലറിന്റെ സൈസ് എന്ന് പറയുന്നത്
0.5 മീറ്റർ വരെ നമുക്കത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊപ്പല്ലർ മിക്സർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റീരിയൽസ് റേഡിയലി ആൻഡ് ആക്സിയലി മൂവ് ചെയ്യുന്നു. ആക്സിയൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിന് പാരലൽ ആയിട്ടായിരിക്കും മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സെൻട്രൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പിക്ചറിൽ കാണുന്ന പോലെ, ഇത് സൈഡ് വ്യൂ ആണ്, പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും ലിക്വിഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, കണ്ടെയ്നറിന്റെ സൈഡ് വ്യൂവില് ആക്സിയൽ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഫിഗറിൽ. നമ്മുടെ സെൻട്രൽ ഷാഫ്റ്റിന് പാരലൽ ആയിട്ടാണ് ലിക്വിഡിന്റെ ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. അതേസമയം റേഡിയൽ ഫ്ലോയും പ്രൊപ്പല്ലർ മിക്സർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ മെറ്റീരിയൽസ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ ആക്സിയൽ ആൻഡ് റേഡിയൽ ഫ്ലോയും അതുപോലെ തന്നെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ഒക്കെ വഴിയാണ് പ്രൊപ്പല്ലർ മിക്സർ യൂസ് ചെയ്ത് മിക്സിംഗ് നടക്കുന്നത്. ഈ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു 0.5 മീറ്റർ വരെയൊക്കെയാണ് നമുക്ക് പ്രൊപ്പല്ലർ ബ്ലേഡ്സിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. സ്മോൾ പ്രൊപ്പലേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്മോൾ പ്രൊപ്പലേഴ്സ് ഏകദേശം 8000 RPM-ലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേഷന്റെ സമയത്ത് ഈ 8000 RPM-ലൊക്കെ ഈ പ്രൊപ്പലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഷിയർ ഫോഴ്സ് കാരണമാണ് പ്രോപ്പർ ആയുള്ള മിക്സിംഗ് നടക്കുന്നത്. ആൻഡ് ഇവിടെ ആക്സിയൽ ആൻഡ് റേഡിയൽ ഡയറക്ഷനിലാണ് ലിക്വിഡ് മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയാണ് മിക്സിംഗ് നടക്കുന്നത്. പ്രൊപ്പല്ലർ മിക്സറിന്റെ യൂസസ് ആണ് ഞാൻ ഇനി പറയുന്നത്. ഹൈ മിക്സിംഗ് കപ്പാസിറ്റി ആവശ്യമായി വരുന്ന സമയത്താണ് പ്രൊപ്പല്ലർ മിക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറ്. ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഏകദേശം 2 പാസ്കൽ സെക്കൻഡ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ സ്ലറിക്കകത്തുള്ള സോളിഡ് കണ്ടന്റ് 10%, സ്ലറിക്കകത്തുള്ള ഫൈൻ സോളിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് 10% ആയിരിക്കുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള സാമ്പിൾസ് മിക്സ് ചെയ്യുന്നതിനായി നമുക്ക് പ്രൊപ്പല്ലർ മിക്സർ ചൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടി വൈറ്റമിൻസ്, എലിക്സർ, ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് അതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി പ്രൊപ്പല്ലർ മിക്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ്: ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ പോലെയുള്ള വിസ്കോസിറ്റി കൂടുതലുള്ള സാമ്പിൾസ് മിക്സ് ചെയ്യാൻ പ്രൊപ്പല്ലർ മിക്സർ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. 5 പാസ്കൽ സെക്കൻഡിലും കൂടുതൽ വിസ്കോസിറ്റി വരുന്ന ലിക്വിഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പ്രൊപ്പല്ലർ മിക്സർ യൂസ് ചെയ്യാൻ കഴിയില്ല. സോ അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്.